ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. 2019 ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിലും ഓരോ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളുടെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. SSLC എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് 2019 അരിത്തമെറ്റിക് സീക്വൻസ് നമ്മുടെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: Write the first integer term of the arithmetic sequence 1/7, 2/7, 3/7. 1/7, 2/7, 3/7 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യ ഏതാണ്? What is the sum of first 7 terms of the sequence? ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ത്? അപ്പോൾ 1/7, 2/7, 3/7 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടല്ലേ പോകണം. നോക്കി, 1/7, 2/7, 3/7, അടുത്തെന്തായിരിക്കും 4/7, പിന്നെയോ 5/7, 6/7 ആൻഡ് 7/7. ഇതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. 1നെ നമുക്ക് 7, പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സും ഒക്കെയാണ് അല്ലേ. ഫസ്റ്റ് ഇൻറ്റിജർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -1, -2, -3 അല്ലെങ്കിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പറുകളാണ്. അപ്പോൾ 1നെ 7 ആയിട്ട് ചെയ്യാൻ പറ്റില്ല, പോയിന്റ് സംഖ്യയാണ് കിട്ടുക. 2നെ ചെയ്താലും പോയിന്റ് സംഖ്യയാണ് കിട്ടുക. 3ഉം പോയിന്റാണ്, 4ഉം പോയിന്റാണ്, 5ഉം 6ഉം ഒക്കെ പോയിന്റാണ്. കാരണം അതിലൊന്നും 7 ഇല്ല. ഫസ്റ്റ് വരുന്നത് ആരാ? 7/7 1 ആണ്. ആദ്യ പൂർണ്ണസംഖ്യ വരുന്ന ഏതാണ്? 7/7, അത് 1 ആണ്. ഇനി ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് സം കാണാനുള്ള ഇക്വേഷൻ എന്താ? അത് പറഞ്ഞ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്, ആദ്യത്തെ 7 പദങ്ങളുടെ തുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7 ആണ്. 7th ടേം പറഞ്ഞാലോ 7/7 ആണ്. ഓക്കെ, 7ക്ക് 1 കൂട്ടിയാൽ 8 കിട്ടും. ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയാൽ ആ ഡിനോമിനേറ്റർ തന്നെ എഴുതിയിട്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 7/2 ഇൻറ്റു 8/7 കിട്ടും. 7ഉം 7ഉം എന്തായി പോവും? വെട്ടിപ്പോവും. 8/2 4 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്രയാണ്? 4 ആണ്. Then second question, what is the remainder on dividing the term of arithmetic sequence 100, 107, 114 by 7? 100, 107, 114 എന്നീ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്ത്? Write the sequence of all 3-digit numbers which leave remainder 3 on division by 7. Which is the last term of the sequence? 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയിലെ അവസാന പദം ഏതാണ്? അപ്പോൾ 100, 107 ഈ നമ്പറുകളെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയെന്നാണ് ചോദ്യം. അപ്പം നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 10ൽ ഒരു പ്രാവശ്യം 7 വരും. 7, 10ന്ന് 7 പോയാൽ 3, 0 അറക്കി എഴുതി 30, 4, 7, 28, 30ന്ന് 28 പോയാൽ 2. സോ റിമൈൻഡർ ശിഷ്ടം ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി 3 ഡിജിറ്റിൻ്റെ സീക്വൻസ് എഴുതാനാണ്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ആണ് ശിഷ്ടം വരേണ്ടത്. ഇവിടെ 3 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 എന്നാണ്. 3 ഡിജിറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ 7 ആയിട്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട റിമൈൻഡർ എത്രയാണ്? 3 ആണ് അല്ലേ. നമ്മളുടെ നമ്പറും ഇനി മുമ്പോട്ടാണ് പോകുന്നത്. 100 കഴിഞ്ഞാൽ 101, 102, 103, 104 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ റിമൈൻഡറിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക. 2 കഴിഞ്ഞാൽ എത്രയാ? 3. എത്രയാ? 3. റിമൈൻഡർ 1 കൂട്ടിയാൽ നമുക്ക് വേണ്ട റിമൈൻഡർ കിട്ടും. അപ്പം നമ്പറും 1 കൂട്ടുക. 100ക്ക് 1 കൂട്ടിയാൽ 101. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 101 ഹരിച്ചു നോക്കിക്കോ.
ഒരു 7 7 3 31 ആവും. 4 28 31 28 പോയാൽ ശിഷ്ടം 3 കണ്ട. അപ്പോൾ റിമൈൻഡർ 100നെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ് നോക്കുക. പിന്നെ റിമൈൻഡർ മുമ്പിലോട്ട് കൂട്ടുക. നമുക്ക് എത്രയാണോ വേണ്ടത് അതുവരെ കൂട്ടുക. ഇപ്പം നമുക്ക് റിമൈൻഡർ 5 കിട്ടുന്നുണ്ടെങ്കിലോ 2 കഴിഞ്ഞാൽ 3 4 5. അപ്പം എത്ര കൂട്ടണം? 3 കൂട്ടണം. അപ്പം 103 ആവും. ഇവിടെ നമുക്ക് റിമൈൻഡർ 3 അപ്പം 2ക്ക് 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ ടേം 101 കിട്ടും. പിന്നെ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് നമ്മളുടെ പൊതുവ്യത്യാസം. ഇവിടെ 7 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? 7 അപ്പോൾ 101ക്ക് 7 കൂട്ടിയാൽ 108, 108ക്ക് 7 കൂട്ടിയാൽ 115. ഈ അവസാന പദം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വരുന്നത് 999. നമുക്കതിനെ 7 ഒന്ന് ഹരിച്ചു നോക്കാം. 9 ഒരു പ്രാവശ്യം. 9ന്ന് 7 പോയാൽ 2 കിട്ടും. 29. 29 4 7 28. ശിഷ്ടം 1. 9നെ അറക്കിയത് 19. 2 7 14. 19ന്ന് 14 പോയാൽ 5. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ കേട്ടോ. നമുക്കിപ്പോൾ 999 ചെയ്തപ്പോൾ കിട്ടിയ ശിഷ്ടം 5. നമുക്ക് വേണ്ട ശിഷ്ടം എത്രയാണ്? 3. ഇനി 999 കഴിഞ്ഞാൽ നമ്പർ താഴോട്ടല്ലേ വരിക? 1000 ആയി കഴിഞ്ഞാൽ അത് 4 അക്ക സംഖ്യയായി. നമുക്ക് 3 ഡിജിറ്റ് നമ്പർ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ 999 കഴിഞ്ഞാൽ 998 97 പറഞ്ഞാൽ ബാക്കിലോട്ടാണ് വരിക. അപ്പോൾ ശിഷ്ടത്തിനെയും ബാക്കിലോട്ട് കൊണ്ടുവരാം. 5 കഴിഞ്ഞാൽ 4 3. എത്ര കുറക്കണം? 2 കുറക്കണം. ഓക്കെ, 5 കഴിഞ്ഞാൽ 4 3. എത്ര കുറക്കണം? 2 കുറക്കണം. അപ്പോൾ 999 2 കുറക്കുക. അപ്പോൾ 997 കിട്ടും. ഓക്കെ, 997 ഇവിടെ ഒരു 7 ആക്കിയാൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് ഇറക്കിയത് 17 ആവും. 17ന്ന് 14 പോയാൽ എത്രയാ? 3. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ ഫോളോയിങ് സം. ചുവടെയുള്ള തുകകൾ കാണുക. 1 2 3 പ്ലസ് 100. 1 2 3 എന്ന് പറയുന്നത് എന്താണ്? എണ്ണൽ സംഖ്യയാണ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. എന്താ എണ്ണൽ സംഖ്യകളുടെ തുക? n × n + 1/2. ഇവിടെ n എന്ന് പറയുന്നത് എത്ര നമ്പർ ഉണ്ട്? 100 നമ്പർ ഉണ്ട്. അപ്പം 100 × 101/2. 100നെ പകുതിയാക്കാം. നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ 50 × 101. 101 × 5 505 ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 5050. അടുത്ത് 1 3 5. അത് ഒറ്റ സംഖ്യയാണ്. 1 3 5 7 അങ്ങനെ 99 വരെ. 1 മുതൽ 100 വരെയുള്ള 50 ഒറ്റ സംഖ്യ ഉണ്ട്, 50 ഇരട്ട സംഖ്യ ഉണ്ട്. ഒറ്റ സംഖ്യകളുടെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. അപ്പോൾ n² എന്ന് പറയുമ്പോൾ അവിടെ എത്ര ടേംസ് ഉണ്ട്? 50 ടേംസ് ഉണ്ട്. അപ്പോൾ 50ന്റെ സ്ക്വയർ 5 25 പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. 2500. ഇനി 2 4 6 എന്ന് പറയുന്നത് അത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകളുടെ സംബന്ധം n × n + 1 ആണ്. അവിടെ 50 ടേംസ് ആണ്. അപ്പോൾ 50 × 51 എന്ന് വരും. 51ന് 5 അഥവാ 51ന് 5 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 5 5 5 25 2550 വരും. 51 × 5 255. അതിക്കൊരു 0 കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് 3 7 11 ആണ്. അപ്പോൾ അതിൽ എത്ര ടേം ഉണ്ട് നമുക്ക് നോക്കാം. അതിലും 50 ടേമുകൾക്കാണ് ചാൻസ് ഉള്ളത് കേട്ടോ. ടേംസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ? xn - x1 / d + 1. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. അത് 199 ആണ്. 199ന്ന് ഫസ്റ്റ് ടേം ആയ 3 കുറക്കുക. എന്നിട്ട് പൊതുവ്യത്യാസമായ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7ന്ന് 3 പോയാൽ 4 അല്ലേ പൊതുവ്യത്യാസം അല്ലേ? 11ന്ന് 7 പോയാൽ 4 അല്ലേ? അതിലേക്ക് ഒന്നുകൂടെ 199ന്ന് 3 പോയാൽ 196. 196/4. 4 16. 19ന്ന് 16 പോയാൽ 3 36. 9 4 36. കണ്ടോ? 49. 49 1 50. ഇനി n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം കൊടുക്കുക. 50/2 × 3 + 199. 199 50ന്റെ പകുതി എത്രയാ? 25. 199ക്ക് 3 കൂട്ടി 202. ഇനി
202നെ 25 ചെയ്യാം. 2 5 10ക്ക് 0 ശിഷ്ടം 1, 0 ഇൻറ്റു 0 0 ഇൻറ്റു 5 0 അതിക്ക് 1 കൊടുക്കുമ്പോൾ 1, 2 5 10. ഇനി 2 2 4 ഒരു സ്ഥാനം മാറ്റിയിട്ടിടുക, 0 2 2 4 0 5 0 5 5050. Okay. If the terms of arithmetic sequence 2 by 9, 3 by 9, 4 by 9, 5 by 9 are represented as x1, x2, x3, then 2 by 9, 3 by 9, 4 by 9, 5 by 9 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ x1, x2, x3, etc. എന്നിങ്ങനെ എഴുതിയാൽ x1 plus x2 plus x3 എത്രയെന്ന് കാണണം, x4 plus x5 plus x6 എത്രയെന്ന് കാണണം. നമുക്കത് ഓരോന്നൊന്ന് കാണാം. ആദ്യം x1 plus x2 plus x3. x1 എന്ന് പറയുന്നത് 2 by 3, 2 by 9, 3 by 9, 4 by 9. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ എടുക്കുക, ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടുക. 3ഉം 2ഉം 5, 5ഉം 4ഉം 9. 9 by 9 1 കിട്ടും. അടുത്തത് x4, x5, x6 ആണ്. ഇവിടെ 3 കഴിഞ്ഞ് 4 തൊട്ട് 5 by 9, 6 by 9, 7 by. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. 6 5ഉം 11, 11ഉം 7ഉം 18. അപ്പോൾ 18 by 9 2 കിട്ടും. ഓക്കെ, അടുത്ത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. ആദ്യത്തെ 9 പദങ്ങളുടെ തുകയാണ്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 1, അടുത്ത 3 പദങ്ങളുടെ തുക 2, അടുത്ത 3 പദങ്ങളുടെ തുക 3 ആയിരിക്കും. എന്നിട്ട് ഇത് 3ഉം കൂട്ടിയാൽ മതി. ഓക്കെ, 9 by 3 ഇവിടെ 3 ഗ്രൂപ്പാണ്. അതായത് 3 ഗ്രൂപ്പുകൾ വെച്ചിട്ടാണ് നമുക്ക് 1 2 3 പറഞ്ഞ് പോകുന്നത്. ഫസ്റ്റത്തെ ഗ്രൂപ്പ് 1, അടുത്ത ഗ്രൂപ്പ് 2, അടുത്ത ഗ്രൂപ്പ് 3, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 3 ഗ്രൂപ്പ് വരും, 3 നമ്പറുള്ള 3 സംഖ്യകളുള്ള 3 ഗ്രൂപ്പുകൾ വരും. അപ്പോൾ 1 + 2 + 3, 1 മുതൽ 3 വരെയുള്ളതിൻ്റെ സമ്മ് കണ്ടാൽ മതി, 6 എന്ന് കിട്ടും. അപ്പോൾ S9 6 ആണ്. ഇനി 300 ടേംസിന്റെ സംഖ്യയാണ് വെച്ചിട്ടുള്ളത്. അപ്പം 300നെ 3 ആളുകളുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റത്തെ 3 ഗ്രൂപ്പ് 1 ആണ്, അടുത്ത 3 ഗ്രൂപ്പ് 2 ആണ്, പിറ്റത്തെ 3 ഗ്രൂപ്പ് 3 ആണ്, പിറ്റത്തെ 3 ഗ്രൂപ്പ് 4 ആണ്. അങ്ങനെയാണ് പോണത്. അപ്പം എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കുക. ഇതിൽ 300/3 ചെയ്താൽ 100 ഗ്രൂപ്പ് ഉണ്ടാവും, 3 നമ്പറുള്ള. ഓക്കെ, അപ്പോൾ 1 മുതൽ 100 വരെ ഇരുന്ന് കൂട്ടണം. എണ്ണൽ സംഖ്യകളുടെ സമ്മ് കണ്ടാൽ മതി. ഫസ്റ്റത്തെ ഗ്രൂപ്പ് 1, രണ്ടാമത്തെ ഗ്രൂപ്പ് 2, മൂന്നാമത്തെ ഗ്രൂപ്പ് 3, നാലാമത്തെ ഗ്രൂപ്പ് 4, അങ്ങനെ 100ാമത്തെ ഗ്രൂപ്പ് 100. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സമ്മ് കാണണം. n × n + 1/2. 100 × 101/2 ആണ്. 50 × 101, 101 × 5 505 ആണ്. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, അപ്പോൾ 5050. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2019 നമ്മളുടെ മെയിൻ എക്സാമായ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് തുടരെയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുണ്ട്. 19, 20, 21, 22, 23, 24 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല മാർക്ക് കിട്ടട്ടെന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. 2020 ക്വസ്റ്റ്യൻസുകളായിട്ട് എല്ലാ ചാപ്റ്ററും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ.